ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ഈസി ആയിട്ട് അതേസമയം തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കൂടാതെ ഇത് തലമുറകളായിട്ട് കൈമാറിയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് വേണമെങ്കിലും പറയാം. ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ വെച്ചിട്ട് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി വേറെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കിന്ന് ആ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ആദ്യമായിട്ട് ഈ വർഷത്തെ നോമ്പ് ആദ്യമായിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ പരിപാടികളിലേക്കൊക്കെ നീങ്ങാം. ഇതാണ് ഇന്നത്തെ നമ്മളുടെ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ചിക്കൻ വെച്ചിട്ടാണ്. ഇത് ഫുള്ള് ഇങ്ങനെ ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി, തൈര്, കുറച്ച് കുരുമുളക്, ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതൊന്ന് ഈ വെളുത്തുള്ളി ഒന്ന് കഴുകിയിട്ട് അതൊന്ന് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അത് ചെയ്യട്ടെ കേട്ടോ. തൈര് അല്ലെങ്കിൽ നാരങ്ങനീരായാലും മതി. ഞാനിവിടെ തൈരാണ് എടുക്കുന്നത്. പിന്നെ അത് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുക. പിന്നെ ശരിക്കും ഈ റെസിപ്പിയിൽ കുരുമുളക് പൊടി ഇല്ല. പിന്നെ നമുക്ക് കുറച്ച് ഇന്ത്യൻ ആൾക്കാർക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇഷ്ടമാണല്ലോ, സ്പൈസി ആവണത് ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർക്കാതെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് കഴുകിയിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ചിക്കന്. അപ്പം അതിന് മുന്നായിട്ട് ചിക്കനിലൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കട്ടെ. നമ്മളുടെ ചിക്കനെ ഒക്കെ വരഞ്ഞെടുത്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ റസ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല നല്ല പേസ്റ്റ് ആക്കിയിട്ടുള്ള വെളുത്തുള്ളി ആണ്. അത് കുറച്ചധികം തന്നെ വേണം കേട്ടോ. ഇതാ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് വേണം. ഇനി കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഓപ്ഷണൽ ആണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും റെസിപ്പിയിൽ കുരുമുളക് പൊടി ഇല്ല. പിന്നെ നമുക്ക് കുറച്ച് സ്പൈസി ആവണം എന്നുള്ളതുകൊണ്ട് ചേർക്കുന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പം നിങ്ങൾ തൈരിന് പകരം ലെമൺ ചേർത്താലും മതി, കുഴപ്പമില്ല. ഞാനിവിടെ തൈരാണ് ചേർക്കുന്നത്. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഉമ്മാൻ്റെ അനിയത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. കുറേ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം മുന്നേ, നമ്മൾ യൂട്യൂബൊക്കെ ഉള്ളതിൻ്റെ മുന്നേ
പല പല റെസിപ്പീസൊക്കെ ചെയ്യുകയും അതുപോലെ തന്നെ ഒരു ദുബായിലായിരുന്നു, കുറേ കാലമായിട്ട് ദുബായിൽ സെറ്റിൽഡ് ആയിരുന്നു. ആ സമയത്തൊക്കെ ഒരുപാട് റെസിപ്പി കോമ്പറ്റീഷൻസിലൊക്കെ, കുക്കിംഗ് കോമ്പറ്റീഷൻസിലൊക്കെ വിൻ ചെയ്തിട്ടുള്ളതൊക്കെയാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും, നിങ്ങളെ ആ കാലത്തൊക്കെ യൂട്യൂബൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര സ്റ്റാർ ആയിരിക്കും എന്നൊക്കെ പറയട്ടോ. കുഞ്ഞാമാൻ്റെ അടുത്ത് ഫലീല എന്നാണ് കുഞ്ഞാമാൻ്റെ പേര്, ഫലീല കുഞ്ഞാമ്മ. അപ്പം എൻ്റെ ഉമ്മി അതുപോലെ കുഞ്ഞാമ്മയും ഭയങ്കരമായിട്ട് ഓരോ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യും, ഒക്കെ കുറേ മുന്നേ തന്നെ ട്രൈ ചെയ്യണൊക്കെ ആൾക്കാരാണ്. അപ്പം ഇത് നമ്മൾ കസിൻസ് ഗ്രൂപ്പിൽ ഇന്ന് എന്തുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഡിസ്കഷൻ ഉണ്ടാവലുണ്ട് മുമ്പിന്. അപ്പം അതിൽ ഒരു കസിൻ, 2-3 കസിൻസ് ഒരു പറഞ്ഞു നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്, ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ദിവസം ഉണ്ടാക്കൽ തുടങ്ങിയപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഭയങ്കര അഭിപ്രായം പറയലും. ഞാനിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരാണ് ഈ റെസിപ്പിന്റെ ഉപജ്ഞാതാവ് എന്ന് ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ, എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരാണിത് പിന്നെ പറഞ്ഞു തന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഓർക്കൊന്നും ആരാണ് കറക്റ്റ്, ആരാ പറഞ്ഞു തന്നത്, ആരാണിത് റെസിപ്പി കൊടുത്തതെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് തോന്നി ചെയ്തു കുഞ്ഞാമ്മ ആയിരിക്കാം മേ ബി. പിന്നെ എൻ്റെ അമ്മമാരും ഫാമിലി ഓരൊക്കെ ദുബായിൽ കുറേ കാലമായിട്ട് ദുബായിൽ സെറ്റിൽഡ് ആയിരുന്നു. അപ്പം അവരൊക്കെ പറഞ്ഞു ഓരൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മക്കൾക്ക് അങ്ങനെ കൈമാറി കൊടുത്ത റെസിപ്പി പോലെ ആണ് ഓരോ ഫോളോ ചെയ്തിട്ട് പോരുന്നത് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ കുഞ്ഞാമ്മക്ക് മെസ്സേജ് ചോദിക്കും, കുഞ്ഞാമ്മ അങ്ങനെ റെസിപ്പി, പിന്നെ കുഞ്ഞാമ്മന്റെ മോളും പറഞ്ഞു ഉമ്മ എപ്പോഴും ഉണ്ടാക്കലുണ്ട്, മേ ബി ഉമ്മ ആയിരിക്കാം, ഉമ്മ പറഞ്ഞോടത്തേയിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ കുഞ്ഞാമ്മന്റെ വെച്ചപ്പോ കുഞ്ഞാമ്മയാണ് ആ ഒരു റെസിപ്പി ശരിക്ക് ഇവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇവരൊക്കെ കാലങ്ങളായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എപ്പോഴും, പിന്നെ മേ ബി എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടേതായിട്ടുള്ള ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് അങ്ങനെ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് തോന്നുന്നു. കുഞ്ഞാമ്മ പറഞ്ഞത് എനിക്ക് ലെമണും പിന്നെ ഗാർലിക്, കുറേ ഗാർലിക് വേണം, ഉപ്പ്, ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. ഓവനിൽ ചെയ്യണം. അന്ന് ഓവനിൽ എന്ന് പറയുമ്പോൾ പിന്നെ അന്ന് നാട്ടിലൊന്നും ഓവനൊന്നും അത്ര അവൈലബിൾ അല്ലല്ലോ, എല്ലാവരുടെ അടുത്തൊന്നും ഓവനൊന്നും ഉണ്ടാവില്ലേനും. അപ്പം കുഞ്ഞമ്മ നാട്ടിൽ വന്നപ്പോൾ കുക്കറിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് കുഞ്ഞാമ്മനോട് കുക്കറിലോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രത്തിലോ ഉണ്ടാക്കിയാൽ മതി. എൻ്റെ കുക്കറിൽ തോന്നണില്ല, ഈ ഒരു വലിയ ചിക്കനാണ്, അപ്പം അത് കൊള്ളും തോന്നണില്ല. അപ്പം പിന്നെ ഞാൻ കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ നമുക്കിതിൽ ഡ്രസ്സ് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു ഭയങ്കര ഒരു സ്റ്റോറി ആയി പോയി തോന്നുന്നു. കാരണം കുഞ്ഞാമ്മനെ പറ്റി കുറേ, കുഞ്ഞാമ്മ പണ്ട് മുതലേ പല റെസിപ്പീസും ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട് ഒരു വീഡിയോയിൽ കുഞ്ഞാമ്മനെ പറഞ്ഞിട്ട് കാണിക്കണം എന്നൊക്കെ വിചാരിക്കലുണ്ട്. പക്ഷെ പലപ്പോഴും എന്തോ അവസരം വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ റെസിപ്പി ചെയ്തപ്പോ കുഞ്ഞാമ്മണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്നോടൊന്നും എന്റെ റെസിപ്പി എന്നൊന്നും പറഞ്ഞൊന്നുമില്ല, ഈ കാണിച്ചോ, വീഡിയോയിൽ കാണിച്ചോ എന്നൊക്കെ പറഞ്ഞത് എനിക്ക് തോന്നി ഒന്ന് പറയണമെന്ന്. കാരണം അത്രയും ഒരുപാട് ഒരു വലിയ റെസിപ്പി ബുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറെ മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി ഞാൻ അഥവാ ഇനി അവിടെ പോവുകയാണെങ്കിൽ അത് കയ്യിൽ കിട്ടുകയാണെങ്കിൽ കുഞ്ഞാമ്മ കുറേ പേസ്റ്റ് ചെയ്തിട്ട് കുഞ്ഞാമ്മനെ എഴുതിയിട്ടും അല്ലാതെയൊക്കെ ഉള്ള കുറേ റെസിപ്പീസൊക്കെ എഴുതിയിട്ടുള്ള വലിയൊരു ബുക്കൊക്കെ കാണിച്ചു തന്നൊരു ഓർമ്മ ഉണ്ട്. ഇപ്പം അതൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പിന്നെ നമുക്കിതിനെ പുതപ്പിച്ചെടുക്കാം ഈ മസാലയിൽ. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ റെസിപ്പീസ് ഒന്നും കിട്ടാനൊന്നും അധികം ബുദ്ധിമുട്ടില്ല. കാരണം നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഏത് രാജ്യത്തെ ഫുഡ് നമുക്ക് റെസിപ്പീസ്, കറക്റ്റ് റെസിപ്പീസ് ഒക്കെ കിട്ടും. പക്ഷെ അന്നത്തെ കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്ക് മാത്രമുള്ള അങ്ങനത്തെ റെസിപ്പീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാനും അതുപോലെ അതൊക്കെ ഉണ്ടാക്കി നോക്കാനൊക്കെ തോന്നാം. അപ്പം കുഞ്ഞാമ്മ എൻ്റെ ഉമ്മി അങ്ങനെ തന്നെ ആയിരുന്നു. ഉമ്മി ചെറുതാവുമ്പോൾ തന്നെ അമ്മാവനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓരോ റെസിപ്പീസ് ഉണ്ടാക്കി നോക്കുന്നതും അതുപോലെ അതൊക്കെ അന്നേ എഴുതിയെടുത്ത് അങ്ങനെ കാര്യമായിട്ട് ചെയ്ത് നോക്കണം. കാരണം ഇന്നിപ്പോൾ നമുക്ക് ഇത്രയും കിട്ടുന്ന സാധനങ്ങളൊന്നും അന്നൊന്നും അവൈലബിൾ അല്ലല്ലോ. കുഞ്ഞാമ്മ പിന്നെ ദുബായിലായതുകൊണ്ട് അപ്പം കുഞ്ഞാമ്മക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും ചെയ്യും, ട്രൈ ചെയ്ത് നോക്കും ചെയ്യും. അപ്പം അങ്ങനെ കുഞ്ഞാമ്മനെ കുറിച്ച് ഞാൻ കുറേ കാലമായിട്ട്, പിന്നെ ക്രാഫ്റ്റ് ഒക്കെ ഭയങ്കര ചെയ്യും കേട്ടോ. ക്രാഫ്റ്റ്, പെയിന്റിങ് ഒക്കെ ചെയ്യണ ഒരാളാണ്. അപ്പൊ അന്നത്തെ ഒരു സ്റ്റാർ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുഞ്ഞാമ്മനെ താഴെക്കോടാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പൊ കുഞ്ഞാമ്മന്റെ കൂടെ ദുബായിൽ നിന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയുണ്ടാവും. ഓരോ ഫ്രണ്ട്സിനും കുഞ്ഞാമ്മന്റെ ഫ്രണ്ട്സിനും ഒക്കെ അറിയാം കുഞ്ഞാമ്മ എത്രത്തോളം കുക്കിങ്ങിലും ക്രാഫ്റ്റിലും ഒക്കെ പാഷനേറ്റ് ആയിട്ടുള്ള ആളായിരുന്നു എന്നുള്ളത്.
ഇതാ ചിക്കനെ കുളിപ്പിച്ച് കുട്ടിയാക്കിയിട്ടുണ്ട്, കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇനി ഇതൊരു 1.5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ഇനിയിത് ചിക്കനിലേക്ക് ഹമ്മൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കടല വെള്ളത്തിലിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. കുക്കറിലിട്ടിട്ട് ഒരു 5-6 വിസിലൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇത് റൈത്തയിലേക്കുള്ള ക്യൂക്കമ്പറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. സമാധാനം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിലത്തെ ജ്യൂസൊക്കെ മാറ്റുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ മല്ലിയിലയും നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് പുളിയില്ലാത്ത കട്ടിയുള്ള തൈരുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് കഴിക്കുമ്പോഴാണ് ഇത് ടേസ്റ്റ്. നേരത്തെ നമ്മൾ ക്യൂക്കുംബറിൻ്റെ നീരെടുത്തിട്ടില്ലായിരുന്നോ, അതിലാണ് ലൈം ഉണ്ടാക്കുന്നത് കേട്ടോ. വെറുതെ കളഞ്ഞിട്ടില്ല. ഇനി നമ്മളുടെ ചിക്കൻ വേവിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഗ്രാനൈറ്റ് പോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഒലിവ് ഓയിലോ ഏതെങ്കിലും ഓയിലൊക്കെ ഒന്ന് തടവിയിട്ട് ചിക്കൻ അതിൽ വെച്ചിട്ട് നല്ലോണം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഇനി ഇത് ഹമ്മൂസിലേക്ക് വേണ്ടിയിട്ട് തഹീന ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്ത എള്ളൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ചിക്കനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എള്ളൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് നമ്മളുടെ നൈബർ ലാലിത്ത കൊണ്ട് തന്നിട്ടുള്ള സ്നാക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ സ്നാക്സും റെഡിയായി. അപ്പോൾ ഇതാ കടല മിക്സിയിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും ലെമൺ ജ്യൂസും ഒലിവ് ഓയിലും ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള എള്ളുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം കേട്ടോ. ഞാൻ കടലയിൽ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കടല വേവിച്ച വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഹമൂസും അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളുടെ ഹമൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് തന്നെ ആദ്യം തന്നെ വെച്ചു കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. പിന്നെ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ.
അസ്കർക്കും ഷേസും കൂടെ പുറത്ത് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പം കുബൂസും നമ്മൾ ചിക്കനിലേക്കുള്ള കുബൂസും പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കനിൽ കുറച്ച് വെള്ളം വരും. അപ്പം അത് നല്ലോണം നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. അധികം ഡ്രൈ ആക്കണ്ടെങ്കിൽ അങ്ങനെ എടുക്കട്ടോ. ആ ഗ്രേവിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറേ ഡ്രൈ ആക്കി എടുത്തു, എന്നിട്ട് ഇങ്ങനെ ഒരു തിക്ക് ഗ്രേവി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുബൂസൊക്കെ അതിൽ മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു വിസിലിൽ ചിക്കൻ വേവിച്ചെടുത്തിട്ട്, അതായത് ഇങ്ങനെ കുക്കറിൽ വേവിച്ചെടുക്കുക ഒരു വിസിലിൽ, എന്നിട്ട് അതിൻ്റെ ഗ്രേവി വേണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ടേബിളിലേക്ക് കൊണ്ടുവെക്കുകയാണ്. അങ്ങനെ ഇക്കൊല്ലത്തെ ആശാനയിൽ നിന്നുള്ള ആദ്യത്തെ നോമ്പ് തുറയായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നോമ്പ് തുറന്നു. ആകെ ഒരു നോമ്പേ ഉള്ളൂ അവിടുന്ന് തുറന്നിട്ട് കേട്ടോ. ചിക്കൻ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എന്നിട്ട് കമൻസിൽ അറിയിക്കുക കേട്ടോ, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ, എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.